കോൺഗ്രസിന്റെ ഈ പാവപ്പെട്ടവർക്കുള്ള വീട് നിർമ്മാണത്തെക്കുറിച്ച് പലരും ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ പ്രത്യക്ഷത്തിൽ വന്ന് നോക്കിയാൽ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 22-ാം വാർഡിലെ കോൺഗ്രസിന്റെ പോഷക സംഘടന മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയൊക്കെ ഒരു നിർധനയായ ഒരു പാവ സ്ത്രീക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകുകയാണ്. അപ്പോൾ വീട് നിർമ്മിച്ചു നൽകുക എന്ന് പറഞ്ഞാൽ തറക്കല്ലിടലിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ തറക്കല്ലിട്ട് വീട് പണി എത്ര പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന് പലരും ചോദിച്ചായിരുന്നു. വീട് പണി പൂർത്തീകരിച്ച് മനോഹരമായ വീട് ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്ത ദിവസം തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഇവിടെ വന്ന് ഈ വീടിന്റെ താക്കോൽ ദാനവും നിർവഹിക്കും. അപ്പോൾ ആദ്യം തന്നെ DCC ജനറൽ സെക്രട്ടറി KS അനീഷ് അന്ന് ചോദിച്ചിരുന്നു നിങ്ങളോട്, ഈ വീട് പണി പെട്ടെന്ന് പൂർത്തീകരിച്ച് കൈമാറാൻ സാധിക്കുമോ? സാധാരണ കോൺഗ്രസ്സുകാരെ കുറിച്ച് ഇങ്ങനെ വീടെവിടെ കോൺഗ്രസ് എന്ന് ചോദിക്കുന്ന കാലമാണല്ലോ. അപ്പൊ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മനോഹരമായ ഒരു വീട്, അതും ഒരു നിർധനയായ പാവം സ്ത്രീക്ക് വേണ്ടി. ഞങ്ങള് ഈ വീട് നിർമ്മിക്കുന്ന അതിന്റെ തറക്കല്ലിടുന്ന ദിവസം അഡ്വക്കേറ്റ് ജെബി മേത്തർ MP സാന്നിധ്യത്തിൽ പറഞ്ഞിരുന്നു, പെരുന്നാളിന് മുൻപ് എന്നാണ് പറഞ്ഞത്. പക്ഷെ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വഴുകി പോയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, മന്ത്രിസഭാ രൂപീകരണം, അതിന്റെ മിനിസ്റ്റർമാരുടെ തിരക്കുമൊക്കെ. അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് അനിൽകുമാർ തന്നെ ഇതിന് താക്കോൽ കൊടുക്കണമെന്ന നിർബന്ധമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഡേറ്റ് കൂടി കണ്ടാണ് ഒരു 4 ദിവസം വൈകിയത്. അപ്പൊ എന്തായാലും ഞങ്ങൾ പറഞ്ഞ വാക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങാടിപ്പുറത്ത് ഞങ്ങള് ആദ്യം ഇത് പറയാതെ പോകാൻ പറ്റില്ല, കാരണം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 14-ാം വാർഡിൽ നമ്മുടെ അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മനാഫാണ് ആ കോളനിക്കകത്തെ, ലക്ഷം വീട് കോളനിക്കകത്തെ ഒരു പാവപ്പെട്ട എൻ്റെയൊക്കെ ഒരു സുഹൃത്തായിരുന്ന മരണപ്പെട്ടു അദ്ദേഹം. പുല്ലാട്ടിൽ അബ്ദുറഹിമാന് എൻ്റെ വീടിന്റെ പണി തറയിട്ട് നിൽക്കുകയാണ്, അതൊന്ന് ചെയ്തു കൊടുക്കണം, അവരെ പാവപ്പെട്ട 2 പെൺകുട്ടികളാണ്, വളരെ മോശപ്പെട്ട സ്ഥിതിയാണെന്ന് പറഞ്ഞു. സത്യത്തിൽ വളരെ ഒരു ഭയത്തോടു കൂടിയാണ് അന്ന് ആ വീടിന്റെ പണി ഞങ്ങൾ ഏറ്റെടുത്തത്. യൂത്ത് കോൺഗ്രസിന്റെ അങ്ങാടിപ്പുറത്തെ മണ്ഡലം കമ്മിറ്റിയാണ് അന്ന് ആ വീടിന്റെ പണി ഏറ്റെടുത്തത്. 3 മാസം കൊണ്ട് ആ വീടിന്റെ പണി പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, അതിഗംഭീരമായി കേരളത്തിന്റെ എക്കാലത്തെയും കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നായകൻ ഉമ്മൻചാണ്ടി സാറ് തന്നെ വന്നതിന്റെ താക്കോല് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് നമുക്കൊരു പ്രചോദനമായിരുന്നു. 2ാമത്തെ വീട് ഈ ഇതിന് നേരെ അപ്പുറത്ത് 19-ാം വാർഡിൽ, അല്ലെ, ഇപ്പൊ 19-ാം വാർഡാണ്, പണ്ട് 22-ാം വാർഡിൽ ആയിരുന്നു ആ വീട്. മൊയ്മാത്ത എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് നമ്മുടെ ഈ വീടിന്റെ താക്കോല് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വേദിയുടെ നേരെ മുകളിലാണ് ആ വീട് ഞങ്ങൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചു. അത് മഹിളാ കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രിയപ്പെട്ട ഷഹർബാനു ചുമതലയെടുത്തതിന്റെ ഒരു സന്തോഷം കൂടി. അങ്ങാടിപ്പുറത്തിന് കിട്ടിയൊരു അംഗീകാരമാണ് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്ഷിപ്പ്. അത് ഞങ്ങളുടെ പാർട്ടിക്ക്, അങ്ങാടിപ്പുറത്തെ പാർട്ടിക്ക് ഒരു എന്താണ്, ഉത്തേജകമാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു. മാത്രമല്ല ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ മാത്രമല്ല സാമൂഹ്യ മേഖലകളിലും ഒരു സാന്നിധ്യമായി പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് P ഷഹർബാനുവിനെ. അപ്പൊ നിങ്ങൾ ഈ വീട് ഇപ്പോ നിർമ്മിച്ച് മനോഹരമായൊരു വീട് നിർമ്മിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഈ വീട്ടിലെ സൗകര്യങ്ങൾ ഏകദേശം എത്ര രൂപ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പിരിവിട്ടാണല്ലോ നടത്തിയിട്ടുണ്ടാവുക? എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്? 6.5 ലക്ഷം രൂപയുടെ മുകളിൽ ചെലവുണ്ട്. കൃത്യമായ അതിന്റെ ഒരു കണക്ക് നമ്മൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ ചെലവായ പൈസ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അത് കൂട്ടി കിഴിച്ചിരിക്കുക, അതിനൊരു സമയം കിട്ടിയിട്ടില്ല. അത് ഇന്നലെ മിഞ്ഞാന്നോട് കൂടിയാണ് ഈ പണി പൂർത്തീകരിച്ചത്. എന്തായാലും 6.5 ലക്ഷം രൂപയുടെ മുകളിൽ ഇതിന് ചെലവ് വന്നിട്ടുണ്ട്. 4ാമത്തെ വീടാണ് അങ്ങാടിപ്പുറത്ത്. പള്ളിയാലിലെ സജിയുടെ വീട് അനിൽകുമാർ MLA ആണ്, അന്ന് MLA ആണ്, ഇന്ന് മിനിസ്റ്ററാണ്. അദ്ദേഹമാണ് ചാവി കൊടുത്തത്. ഈ മൊയ്മാത്തയുടെ വീടിന്റെ ചാവി കൊടുത്തത് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനാണ്. അങ്ങനെ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇത് മാത്രമൊന്നല്ല, ഒരു അങ്ങാടിപ്പുറത്തെ പാലിയേറ്റീവിന്റെ ഒരു ഡേ കെയർ വാഹനം ഇവിടെ ഓടുന്നുണ്ട്. ആ ഓടുന്ന വാഹനത്തിൽ, ആ വാഹനം കാണുമ്പോൾ നമ്മളുടെ അങ്ങാടിപ്പുറത്തെ പാർട്ടി പ്രവർത്തകരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഞങ്ങളുടെ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയങ്കരനായ, ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെ എല്ലാമായിരുന്ന പ്രകാശേട്ടന്റെ ചിരിക്കുന്ന മുഖമുള്ള ഒരു ഡേ കെയർ വാഹനം ഇതിവിടെ ഓടുന്നുണ്ട്. ഇതും ഞങ്ങൾ ഈ അങ്ങാടിപ്പുറത്ത്, അതും മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയാണ് കൊടുത്തത്. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി കൊടുക്കുമ്പോൾ അത് അങ്ങാടിപ്പുറത്ത് ഞങ്ങൾ ചെയ്യുമ്പോൾ സഹർബാനുവിന് പ്രചോദനമാകുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തകരുടെ കരുത്താണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. സന്തോഷമായില്ലേ?
അതെ അല്ലേ? അതായത് വീടൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഒരു വീടുണ്ടാക്കി തരുകയാണ് ഇവര്. തന്നില്ല, വീടിന്റെ പണി കഴിഞ്ഞു. സന്തോഷായ? സന്തോഷായി. ഇനിയിപ്പോ നല്ല അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കിടക്കാം അല്ലേ? ഇത്രയും കാലം ഇങ്ങനെയൊക്കെ നടന്നു, ഇനിയിപ്പോ സ്വന്തം വീട്ടിലേക്ക് വന്ന് കേറാം അല്ലേ? സന്തോഷായി. പിന്നെ ഷെഹർബാനു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, മാത്രമല്ല ഈ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് വലിയൊരു ആത്മസംതൃപ്തി തരുന്ന കാര്യം മാത്രമല്ല, ജീവിതത്തിൽ നമ്മളൊക്കെ ഇവിടുന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ വരുന്ന തലമുറയും പിന്നീടുള്ള ആളുകളൊക്കെ ഓർത്തിരിക്കുന്ന ചില സംഭവങ്ങളാണ്. ദാ ആ കാണുന്ന വീട് അന്ന് ഇവിടെ ജില്ലാ മെമ്പറായിരുന്ന, അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ്, അതുപോലെ തന്നെ അനീഷ്, ഇങ്ങനെയുള്ള ജബ്ബ, എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പരിശ്രമമായിരുന്നു. ഇങ്ങനെ പറയുന്നതിന് ആത്മസംതൃപ്തി തോന്നുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയെങ്കിലും എൻ്റെ തുടക്കം ഏനോയിന്റെ ഉമ്മയടക്കമുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടെയായിരുന്നു. ഞാനും ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായിട്ടാണ് എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ തുടക്കം. അന്ന് മുതൽ കൂടെയുള്ള ആളുകളിലെ ഇല്ലായ്മ, നമ്മുടെ ഇല്ലായ്മകളിലൂടെ തന്നെ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും കൂടെയുള്ള ആളുകളുടെ ഇല്ലായ്മ അതെന്നെ വല്ലാതെ സ്പർശിച്ചിരുന്ന കാര്യമാണ്. അന്ന് മുതൽക്ക് ഇങ്ങനെ തുടക്കം. അപ്പോൾ അതിലേറെ എനിക്ക് എൻ്റെ ഈ കൂടെ നിൽക്കുന്ന ഈ ആളുകൾ അതൊരു വല്ലാത്ത പ്രചോദനവും കരുത്തുമാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കാര്യം, ഒരു ആഗ്രഹം അതിവിടെ കൂടാതെ ഇപ്പോ ഇവിടെ അനീഷിനെ കൂടാതെ DC ജനറൽ സെക്രട്ടറി ആണ്. ഇവരുടെ പേര് കൂടി ഒന്ന് പറഞ്ഞു പോകും. എല്ലാവരെയും പറയാം. ആ സമയത്ത് അത് ഒക്കെ പറയണമെന്ന് തന്നെയാണ് മനസ്സിൽ ആഗ്രഹിച്ചത്. 2010 കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാൻ. ചെറുപ്പം തൊട്ടേ മനസ്സിൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രവർത്തകയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് 2010. അതിനുശേഷം ആണ് 2020 ആയപ്പോഴേക്കും പാർട്ടി ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നൊരു സൗഭാഗ്യം, അത് അനീഷേട്ടന്റെയും ഇവിടെ ഈ നേരത്ത് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട ഞങ്ങളുടെ മുതിർന്ന നേതാവ് രാധാകൃഷ്ണൻ മാഷ്, അതുപോലെ തന്നെ ഈ മങ്കട അങ്ങാടിപ്പുറത്തെ മുഴുവൻ നേതാക്കന്മാരും ഷഹർബാൻ എന്നൊരു വ്യക്തിക്ക് തന്നിട്ടുള്ള ആ ഒരു പിന്തുണ, കരുത്ത്. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ, വെറും 3 മാസം കൊണ്ടാണ് ഫെബ്രുവരി 12 ഈ വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം. എയ്നു എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ മുറ്റത്ത് കളിച്ചു വളർന്ന ഒരു പാവം പെൺകുട്ടിയാണ്. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ആയിരുന്നു എയ്നുവിന് ഒരു വീടുണ്ടാക്കണം എന്നുള്ളത്. അപ്പൊ എയ്നുവിന് ഒരു ചെറിയ ഈ റോഡിന്റെ വക്ക് തന്നെ ഒരു സ്ഥലം കിട്ടി. അപ്പൊ അതിലൊരു വീട് വെച്ച് കൊടുക്കാമെന്ന്. പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടണമെങ്കിൽ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ലൈഫിൽ നിന്ന് കിട്ടൂലേ? ലൈഫിൽ നിന്ന് കിട്ടണമെങ്കിൽ റേഷൻ കാർഡ്, അതുപോലെയുള്ള മറ്റുള്ള ഒരുപാട് നൂലാമാലകളുണ്ട്. ആ നൂലാമാലകളിലൂടെ ഒക്കെ വന്ന് പിന്നെ അതിന്റെ അളവ് കാര്യം. എയ്നു എന്ന് പറയുമ്പോൾ ഒറ്റക്ക് താമസിക്കുന്ന ഒരു വനിത ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വീട്, നമുക്ക് ലൈഫിന്റെ അളവ് കാര്യങ്ങൾ അത്രയും വലിയൊരു വീടൊന്നും വേണ്ട. പിന്നെ അതിന്റെ ഗഡുക്കളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം വീട് പണി പൂർത്തിയാക്കി എഴുതി കൊടുത്തത് കിട്ടാനുള്ള കാലതാമസം വേണ്ട. ഇത്രയും ചെറിയൊരു വീടല്ലേ, അത് നമ്മൾ മെനക്കെട്ടാൽ നടക്കുമെന്ന് നമ്മുടെ ഉറപ്പ്, നമ്മുടെ കൈ ഉറപ്പാണ് ഇത്. പ്രിയപ്പെട്ട അനീഷേട്ടന്റെ കൂടെ പറഞ്ഞ പോലെ തന്നെ രാധാകൃഷ്ണ മാഷ്, സൈതലവിയാക്ക, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കിപ്പോ പാർട്ടിക്ക് കഴിഞ്ഞ വീട് പണിയുടെ കാലങ്ങളിലൊന്നും ഇവരൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സൈതലവിയാക്കായ പോലെ ഒരാള്, അദ്ദേഹം പുറത്ത് വിദേശത്തായിരുന്നു, വന്ന് ഇതുപോലെ പാർട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചതുപോലെ തന്നെ പാർട്ടി പ്രവർത്തനം ഒരു ഖദർ ഇട്ട് നമ്മളിങ്ങനെ നടക്കുക എന്നതിലപ്പുറത്തേക്ക് പാർട്ടി പ്രവർത്തനം ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൂടി ചെയ്യുക എന്നുള്ള ആ ഒരു മനസ്സ്. എന്തായാലും ഈ വീട്, നിങ്ങളുടെ ഈ പരിശ്രമം കൊണ്ട് മനോഹരമായ ഒരു വീട് ഒരുക്കി കൊടുത്തു. ഇനി റവന്യൂ വകുപ്പ് മന്ത്രി നിങ്ങളുടെ AP അനിൽകുമാർ അദ്ദേഹം വന്ന് താക്കോൽദാനം നടത്തും. വലിയൊരു ചടങ്ങിലൂടെയാണ്. അതിനെ കുറിച്ച് അന്ന് ഞാൻ തന്നെ വന്നിരുന്നു ഈ ഇതിന്റെ തറക്കല്ലിടലിനെ, ജബി മേത്തർ വന്നപ്പോൾ ഇലക്ഷൻ തിരക്കിന്റെ ഇടയിലായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചു, കോൺഗ്രസ് പല സ്ഥലത്തും വീട് നിർമ്മിക്കുന്ന വീടെവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് പരിഹാസം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ എന്നോട് തന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു, ജബി മേത്തറും പറഞ്ഞു, കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഒരുപക്ഷെ ഇവർ പറയുന്ന ആ കാലം കഴിയുമ്പോൾ, ഒരു 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ വരണം ഈ വീടിന്റെ താക്കോൽ ദാനത്തിനെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താ പറയാ, ഞാൻ ഈ പരിസരത്ത് പെരിന്തൽമണ്ണയും മങ്കടയും പരിസരത്തൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് വീട് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് കാണാൻ വരാമെന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, വീട് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് വീട് എവിടെയെന്ന് ചോദിച്ചാലേ ജബ്ബാറെ, അപ്പൊ അതുകൊണ്ട് ഈ വീട് നിർമ്മാണം ഞങ്ങൾ പൂർത്തീകരിച്ചു, ഇനി താക്കോല് കൊടുക്കുകയാണ്, ഒന്ന് കാണാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് ഇവരെല്ലാവരും എന്നെ വിളിച്ചതാ.
ഞാൻ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഏറ്റവും മനോഹരമായ ഒരു സാധു സ്ത്രീ, ഒരു ഭിന്നശേഷിക്കാരിയാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ബന്ധുക്കൾ അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സ്വന്തമായ അന്തി ഉറങ്ങാനുള്ള സുരക്ഷിതമായ ഒരിടം കോൺഗ്രസ് ഒരുക്കി കൊടുത്തിരിക്കുന്നു. ഏതായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇനിയിപ്പോ ഈ ചടങ്ങ് ഒരു കാര്യം കൂടി എന്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ അനീഷേട്ടൻ നേരത്തെ സംസാരിച്ചതുപോലെ ഞങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. ഞങ്ങൾ ഇതിന്റെ മുന്നേ നടത്തിയ സംരംഭങ്ങളെല്ലാം ഈ കേരളത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രിമാര് ഇപ്പോ ഈ കഴിഞ്ഞ ഇവിടെ തന്നെ ഒരു വീടുണ്ടാക്കി പറഞ്ഞു, അത് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറാണ് അന്ന്. അപ്പൊ അടുത്ത വീടിന്റെ താക്കോല് കൊടുക്കാനും ഞാൻ വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാലോ ഈ തിരക്കിന്റെ ഒരു കാരണത്താലാണ്. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിന്നെ മലപ്പുറത്തിന് സ്വന്തമായിട്ട് ഇന്നൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ കൈകൊണ്ട് തന്നെ അത് നൽകണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു സന്തോഷം കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തവണ ഞങ്ങളുടെ റവന്യൂ മിനിസ്റ്റർ ഇത് നൽകുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പോ വി ഡി സതീശൻ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അടുത്ത നിങ്ങളുടെ വീട്, ഇനി നിങ്ങൾ അടുത്ത വീട് ഇപ്പോ നേരത്തെ കെ എസ് അനീഷ് പറഞ്ഞ പോലെ അടുത്ത ഇനി 5 വർഷം കൊണ്ട്, 5 വർഷം അതിന്റെ തുടർച്ചയൊക്കെ നിങ്ങളുടെ ജനങ്ങൾ തീരുമാനിക്കണം. എന്നാലും ഈ അടുത്ത 5 വർഷത്തിനുള്ളിൽ, ഈ വരുന്ന 5 വർഷത്തിനുള്ളിൽ 5 വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അടുത്ത വീടിന് ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി തന്നെ വന്ന് താക്കോൽദാനം നടത്താൻ അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഈ പ്രയത്നം, നിങ്ങളിപ്പോ ഈ ഒരുമിച്ച് കൂടി അന്ന് പറഞ്ഞ ഒരു വാക്ക് പാലിച്ച് ഇവിടം വരെ എത്തിയില്ലേ, പ്രയത്നം അത് സാർത്ഥകമായി. ഇനി ഏതായാലും മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, അതുകൂടാണ്ട് UDF ചെയർമാനാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിത് 4ാമത്തെ വീടാണ്. ഇത് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരുടെ മുഖം കാണുമ്പോൾ അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സംതൃപ്തി. അവർ ചിരിക്കുന്ന മുഖം, ഒറ്റയ്ക്കൊരു വീട്, സ്വന്തമായിട്ടൊരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വികാരമാണ്. ആ വികാരത്തിൻ്റെ കൂടെ ഞങ്ങൾ അങ്ങാടിപ്പുറത്തെ കോൺഗ്രസും മഹിളാ കോൺഗ്രസും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഒറ്റ വാക്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ സൈദുൽക്ക, ഇതൊരു വലിയ സന്തോഷം. ഒരുപക്ഷെ നിങ്ങൾ അന്നും പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുത്തു, ഇനി അത് പൂർത്തീകരിച്ചിട്ട് ഉറങ്ങാൻ പോകണുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആത്മസംതൃപ്തി അടയുന്ന സമയമാണിപ്പോൾ. ഇതിന് താക്കോൽ ദാനം കൂടെ കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ഈ വരുന്ന വഴിയിലാണ് ഇന്ന് അനീഷേട്ടൻ വന്ന് എന്നെ വിളിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് ഇത്രത്തോളം ആത്മാർത്ഥതയോടെ എന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എന്നും ഞാൻ കോൺഗ്രസിനെ സ്നേഹിച്ചിരുന്നു. ഇത് ഒന്നും കൂടെ എനിക്ക് അടുക്കാൻ കഴിഞ്ഞിരുന്നുണ്ട് കൂടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ നമ്മളെ ജില്ലാ പ്രസിഡന്റ് ഷെഹർബാൻ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഈ വീടിന് വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുണ്ട്. വളരെ നന്ദി. ഏതായാലും കോൺഗ്രസിന്റെ ഒരു വീട് ഈ അങ്ങാടിപ്പുറത്ത്, മലപ്പുറം ജില്ലയിലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, അതുകൂടാണ്ട് ഇവിടുത്തെ കോൺഗ്രസ് അങ്ങാടിപ്പുറത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാം ഒരു കൈ കോർത്തങ്ങനെ നിന്നു. അവർ തീരുമാനിച്ചു 3 മാസം കൊണ്ട് സാധുവായ ഈ പാവ സ്ത്രീക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകുന്നു. അപ്പോൾ വീട് നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചു. എന്നെ കാണാൻ വിളിച്ചതാ. കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാൻ ഇവരോട് ഇത് നടക്കുമോ, പൂർത്തീകരിക്കപ്പെടുമോ, അതോ വീട് എവിടെ കോൺഗ്രസ് എന്ന് ചോദിക്കേണ്ടി വരുമെന്ന് ചോദിച്ചായിരുന്നു. തമാശയ്ക്ക് ചോദിച്ചാണ്. അവസാനം അവർ വീട് പണി പൂർത്തീകരിച്ച് എന്നെ വിളിച്ചു വരുത്തിയതേ എല്ലാവരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് കൂടി വരാൻ നിൽക്കുന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും അടുത്ത ഏത് ദിവസമാണ്? 5-ാം തീയതി ആണല്ലേ? 7-ാം തീയതി. ഈ ജൂൺ 7-ാം തീയതിയാണ് മന്ത്രി AP അനിൽകുമാർ വന്ന് അതിനൂന് വീടിന്റെ താക്കോൽ കൈമാറുന്നത്. ഇങ്ങനെയുള്ള നന്മകൾ ഏത് പാർട്ടി ചെയ്താലും നല്ലതാണ്. നാടിന്റെ നന്മയ്ക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, കഴിയുന്നിടത്തോളം എല്ലാവരും സഹായിക്കുക. ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വരും തലമുറ ഓർത്തിരിക്കുക. അങ്ങനെ കുറച്ച് ആളുകൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു, ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ അതൊക്കെ ഒരു കാരണമായി മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജബ്ബാർ വേണാട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛനമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചപ്ലശ്ശേരി.